നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നതിൽ തന്നെ വലുപ്പത്തിലും ആകൃതിയിലുമൊക്കെ വളരെ വ്യത്യസ്തരായ ജീവിവർഗമാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. ഹിപ്പോപ്പൊട്ടാമസുകൾ ഹെർബിവോറസ് ആണ്, അതായത് മാംസം കഴിക്കാത്ത ജീവികൾ. പ്രധാനമായിട്ടും പുല്ലുകളും ഇലകളുമൊക്കെയാണ് ഇവർ ഭക്ഷണമാക്കാറുള്ളത്. പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നിട്ട് പോലും നല്ല ജിം കിഡ് ബോഡിയാണ് ഇവർക്ക്. പ്രധാനമായിട്ടും സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഹിപ്പോപ്പൊട്ടാമസുകളെ പ്രധാനമായിട്ട് നമുക്ക് കാണാനാവുന്നത്. ഭൂമിയിൽ ഇന്നുള്ളതിൽ തന്നെ വലുപ്പത്തിലെ 3-ാം സ്ഥാനക്കാരാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. ആനയും റൈനോസേഴ്സുമൊക്കെയാണ് 1ഉം 2ഉം സ്ഥാനക്കാർ. ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന ഹിപ്പോകളെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാനാവും. കോമൺ ഹിപ്പോപ്പൊട്ടാമസുകൾ, ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാടുകളിലും സൂകളിലുമൊക്കെ കാണുന്നത്. തടാകങ്ങളുടെയും അരുവികളുടെയും ഒക്കെ ചേർന്നാണ് ഇവരുടെ പ്രധാനമായിട്ടും ആവാസ വ്യവസ്ഥ കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പിഗ്മി ഹിപ്പോസ്. വലുപ്പത്തിൽ കോമൺ ഹിപ്പോസിനേക്കാളും വലുപ്പക്കുറവും ഒറ്റയ്ക്ക് കാണപ്പെടുന്നതും വെസ്റ്റ് ആഫ്രിക്കയിലെ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്നവരുമാണ് ഇവർ. ഹിപ്പോകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ കട്ടിയേറിയ നീളൻ പല്ലുകൾ. ഇത് ഇവരുടെ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. ഈ പല്ലുകൾക്ക് ഏകദേശം 50 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടാവും. ഭക്ഷണം ഉള്ളിലാക്കുന്നത് കൂടാതെ തന്നെ ഈ പല്ലുകൾ ഉപയോഗിച്ചാണ് ഇവർ എതിരാളികളെ നേരിടുന്നതും പ്രതിരോധിക്കുന്നതുമൊക്കെ. പല്ലുകൾക്ക് ഏറ്റവും നീളവും ഉറപ്പും ഉള്ളവർ കൂട്ടത്തിലെ തലവനായി മാറാറുമുണ്ട്. 150 ഡിഗ്രിയിൽ വാ തുറന്നു പിടിക്കാൻ ഇവർക്കാവും. മാത്രമല്ല ഒരൊറ്റ കടിയിൽ 1800 PSI ബൈറ്റ് ഫോഴ്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജീവിവർഗമാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. ഹിപ്പോപ്പൊട്ടാമസുകളിലെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനമാണ് ഇവരുടെ ഭാരത്തിലുള്ള വ്യത്യാസങ്ങൾ. ആൺ ഹിപ്പോസിന് 3200 കിലോഗ്രാം വരെ ഭാരം കണ്ടുവരുന്നു. എന്നാൽ പെൺ ഹിപ്പോസിന് 1800 കിലോഗ്രാം വരെ മാത്രമാണ് ഭാരം കാണാറുള്ളത്. ആൺ ഹിപ്പോസിന് കൂട്ടത്തെ സംരക്ഷിക്കാനും ഡോമിനൻസിനും ആ ഒരു ടെറിട്ടറിയെ കീപ്പ് ചെയ്യാനുമൊക്കെയാണ് പ്രധാനമായിട്ടും ആൺ ഹിപ്പോസ് ശ്രമിക്കുന്നത്. എന്നാൽ പെൺ ഹിപ്പോസ് പുതിയ തലമുറയെ സംരക്ഷിക്കുന്നതിലാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നത്. 1800 PSI, അതായത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ബൈറ്റ് ഫോഴ്സ് കൂടാതെ തന്നെ വേണമെങ്കിൽ ഒരു മുതലയുടെ എല്ലുകളെ പോലും ഒടിച്ചെടുക്കാൻ ഇവർക്കാവും. ഇത്രയും അധികം ഭാരമുള്ള ജീവികളാണെങ്കിലും 30 km/h എന്ന വേഗതയിൽ ഓടാനും നീന്തി നീങ്ങാനും ഇവർക്ക് കഴിവുണ്ട്. അഡൽട്ടായിട്ടുള്ളൊരു ഹിപ്പോയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനമായിട്ടുള്ള എതിരാളികളാണ് സിംഹങ്ങളും ഹൈനകളും ക്രോക്കഡൈൽസുമൊക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം വേണ്ടി വരുന്നത് കുഞ്ഞു ഹിപ്പോകൾക്കാണ്. കാരണം ഇവരെ വളരെ വേഗം നൈൽ ക്രോക്കഡൈൽസിനും സിംഹങ്ങൾക്കുമൊക്കെ വേട്ടയാടാനാവും. മനുഷ്യരുടെ ആക്രമണങ്ങൾക്കും വിധേയരായിട്ടുണ്ട് ഹിപ്പോസ്. ഹിപ്പോകളുടെ ഇറച്ചിക്കും പല്ലുകൾക്കുമൊക്കെ വേണ്ടി ഒരുപാട് വേട്ടയാടപ്പെട്ട് ഇപ്പോൾ ഒരു വംശനാശ ഭീഷണിയുടെ എത്തി നിൽക്കുകയാണ് ഹിപ്പോകൾ. 5 സെൻറ്റിമീറ്ററോളം കട്ടിയുള്ള സ്കിന്നാണ് ഹിപ്പോകൾക്കുള്ളത്. ഈ സ്കിൻ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവികളുടെ ആക്രമണങ്ങൾ വളരെ വേഗം തന്നെ ഇവരെ ബാധിക്കാറില്ല. ഹിപ്പോപ്പൊട്ടാമസുകൾക്ക് ഒരു നാച്ചുറൽ സൺസ്ക്രീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചുവപ്പ് നിറത്തിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇത് ഇവർക്കൊരു നാച്ചുറൽ സൺസ്ക്രീൻ ആയിട്ടും കൂടാതെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നു. ഹിപ്പോപ്പൊട്ടാമസുകളുടെ ത്വക്കിന് എപ്പോഴും ജലത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സമയവും ഇവർ വെള്ളത്തിലായിരിക്കും. കൂട്ടുകൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്നവരുമാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. അങ്ങനെ ഭൂമിയിലെ തന്നെ ഒരു അത്ഭുത ജീവികളായിട്ട് ഹിപ്പോപ്പൊട്ടാമസുകൾ തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസും കൂടെ ചെക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.